ഹായ്, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ വർക്ക് ബുക്കുകൾക്കുള്ളിൽ കാണപ്പെടുന്ന വർക്ക് ഷീറ്റുകളാണ്. MS എക്സൽ തയ്യാറാക്കപ്പെടുന്ന ഫയലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട് ബുക്കുകളുടെ സംവിധാനം തന്നെയാണ് അതിനകത്തുള്ളത്. നോട്ട് ബുക്കിനകത്ത് നമുക്കറിയാം ഒരുപാട് പേജുകളുണ്ടാവും. അതേപോലെ MS എക്സൽ എന്ന് പറയുന്ന പ്രോഗ്രാമും ഒരു ബുക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തയ്യാറാക്കുന്നത്. അതിൽ വർക്ക് ഷീറ്റ്സുകൾ ഒരു ബുക്കിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന MS എക്സലിനകത്ത് 255 വർക്ക് ഷീറ്റുകളെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ ഉൾക്കൊള്ളിക്കപ്പെടുന്ന ഷീറ്റുകൾക്ക് ആവശ്യമായ കമാൻഡുകൾ നമുക്ക് MS എക്സൽ ലഭ്യമാണ്. അത് പുതിയ ഷീറ്റുകൾ കൂട്ടിച്ചേർക്കുന്നതിനാവാം. ആവശ്യമില്ലാത്തവ ഷീറ്റുകൾ നമ്മൾ ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കപ്പെടുന്ന ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് മീനിങ്ഫുള്ളായിട്ടുള്ള നെയിമുകൾ നമുക്ക് ഷീറ്റുകൾക്ക് ഓരോന്നിനും ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ റീഅറേഞ്ച് ചെയ്യുന്നതിനാവശ്യമായ കമാൻഡുകളുണ്ട്. അതേപോലെ ഷീറ്റുകളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് നമ്മുടെ വർക്ക് ബുക്കുകളിൽ ഡേറ്റകൾ ഉപയോഗിക്കാതിരിക്കാനും മോഡിഫൈ ചെയ്യാതിരിക്കാനും റിമൂവ് ചെയ്യാതിരിക്കാനും വേണ്ടി നമുക്ക് ആ ഷീറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി കമാൻഡുകളെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കും യൂട്യൂബിൽ ചാനലുകളുണ്ടെങ്കിൽ എൻ്റെയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലേക്കും എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കമൻസുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടത് രേഖപ്പെടുത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വിജ്ഞാനപ്രദമായ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ബെൽ ബട്ടൺ കൂടി ഓണാക്കിയിടുക. നമുക്ക് MS എക്സലിൻ്റെ പ്രോഗ്രാമിലേക്ക് പോകാം. അവിടെയുള്ള ഷീറ്റുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ കമാൻഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ നമ്മൾ MS എക്സൽ പ്രോഗ്രാം ഒരു ബ്ലാങ്ക് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 3 ബ്ലാങ്കായിട്ടുള്ള പേജുകൾ അവിടെ അടക്കം ചെയ്തിരിക്കുന്നു. ആ പേജുകൾ ഓരോന്നും ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഓരോ ഷീറ്റുകളെയും MS എക്സലിൽ നമ്മൾ വിളിക്കുന്നത് വർക്ക് ഷീറ്റ്സ് എന്നാണ്. നിലവിൽ ഈ വർക്ക് ബുക്സുകളെല്ലാം കൂടെ അടക്കം ചെയ്തിരിക്കുന്ന MS എക്സലിൻ്റെ ഫയലുകളെ വർക്ക് ബുക്കായിട്ടാണ് അറിയപ്പെടുന്നത്. എക്സലിലേക്ക് നമുക്ക് പോകാം. എക്സൽ പ്രോഗ്രാം തുറക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന സ്ക്രീൻ ഇതാണ്. അതിൽ നമ്മൾക്ക് വേണ്ടുന്ന ബ്ലാങ്ക് വർക്ക് ബുക്കുണ്ട്. വെൽക്കം ടു എക്സൽ. അതിൻ്റെ എക്സലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കമാൻഡുകളെക്കുറിച്ചും എക്സലിനെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടൂർ പ്രോഗ്രാം അതിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കാനുള്ളത്, ട്രാക്ക് ആൻഡ് മൈ ടാക്സ് എന്ന് പറഞ്ഞ ഇതെല്ലാം ടെംപ്ലേറ്റ്സുകളാണ്. ടെംപ്ലേറ്റ്സുകൾ എന്ന് വെച്ചാൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫയലുകളുടെ ഫോർമാറ്റുകളാണത്. നമ്മൾക്ക് തയ്യാറാക്കപ്പെടേണ്ടത് ഈ രീതിയിലുള്ളവയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് ചൂസ് ചെയ്യാം. അതെല്ലാം നമ്മൾക്ക് മോർ ടെംപ്ലേറ്റ്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോർ ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അത് കുറച്ചുകൂടി നമ്മളെ വേഗതയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനും നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട ഒരു ഫോർമാറ്റ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നു ടെംപ്ലേറ്റുകൾ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ. ഇവിടെ നമ്മൾക്ക് വേണ്ടുന്ന ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഫയലിനെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള കമാൻഡ് ബട്ടണിൽ ക്രിയേറ്റ് കൊടുത്താൽ മതി. നമുക്ക് MS എക്സലിൽ പുതിയൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഫയൽ തുറന്നു വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കപ്പെടുന്ന MS ഓഫീസുകളുടെ എഡിഷനുകളെ, പതിപ്പിനെ അല്ലെങ്കിൽ വെർഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സ്ക്രീനും. അപ്പം ഞാൻ ഉപയോഗിക്കപ്പെടുന്നത് പുതിയ ഒരു വെർഷൻ ആയതിനാൽ MS എക്സലിൻ്റെ സ്ക്രീൻ ഈ പറയുന്ന സ്ക്രീനോട് കൂടിയായിരിക്കും നമ്മളൊരു പുതിയ ഫയൽ തുറക്കുമ്പോൾ ലഭ്യമാകുന്നത്. ഓരോ വെർഷനുകളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത്. കൺഫ്യൂസ്ഡ് ആവില്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ ഏതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കണം. ഇപ്പോൾ നമ്മൾ മറ്റൊരു ഓഫീസിലോ അല്ലെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടറിലോ പ്രവർത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു പതിപ്പായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ അവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ എല്ലാം കമാൻഡുകളുടെ ആ ഉപയോഗങ്ങളും കമാൻഡുകളുടെ പ്രവർത്തനങ്ങളും സെയിം ആയിരിക്കും. പക്ഷെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറും മറ്റുള്ള ഡിസൈനിങ്ങുകളും മാത്രമേ മാറ്റമുണ്ടായിരിക്കത്തുള്ളൂ. അല്ലാതെ മറ്റൊരു മാറ്റങ്ങളും നമുക്ക് കമാൻഡുകളിൽ കാണുന്നില്ല. നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് നമ്മൾ പഠിച്ചതുമായ കമാൻഡ് ഏതാണോ ആ കമാൻഡുകളിലൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ പല പ്രവർത്തനങ്ങളെയും
കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നിന്ന് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ പുതിയ ഫയൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്ക്രീനിൽ വരുന്നത് ഇതാണ്. MS Excelൻ്റെ സ്ക്രീൻ ഇതാണ്. ഇതിൽ തൊട്ട് താഴെയായിട്ട് ബോട്ടമിൽ നമുക്ക് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. പ്രീവിയസ് വെർഷനുകളിൽ നമ്മൾക്ക് ഡിഫാൾട്ടിൽ എപ്പോഴും നമ്മൾക്ക് 3 ഷീറ്റുകൾ ലഭ്യമായിരിക്കും. ആ ഷീറ്റുകൾക്ക് ഓരോന്നിൻ്റെയും നെയിം ഷീറ്റ് 1 എന്നും 2 എന്നും 3 എന്നും എന്നിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. മാക്സിമം ഒരു MS Excel ഫയലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷീറ്റുകളുടെ കപ്പാസിറ്റി നമ്മളൊരു നോട്ട്ബുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോഴും നമ്മളവിടെ പറയാറുണ്ട് ഒന്നുകിൽ 160 പേജ് ഉള്ളത് അല്ലെങ്കിൽ 250 പേജ് എന്നിങ്ങനെ ഒരു നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ നമ്മൾ ആ നോട്ട്ബുക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്ര പേജുകൾ അടക്കം ചെയ്തതാണ് ആ നോട്ട്ബുക്ക് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് MS Excelകളുടെയും പ്രവർത്തനത്തിൽ വരുന്നത്. അവിടെ അതിൻ്റെ കമാൻഡുകൾ ലഭ്യമാകാൻ നോർമലി പ്രീവിയസ് വെർഷനുകളിലാണെങ്കിൽ നമുക്ക് ഷീറ്റ് 3 വരെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പുതിയ വെർഷനാണെങ്കിൽ പുതിയ ഷീറ്റുകൾ ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ അവിടെ കാണുന്ന ഒരു പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതല്ല പ്രീവിയസ് വെർഷനുകളിലൊക്കെ ആണെങ്കിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏത് ഷീറ്റിൻ്റെ ഭാഗത്താണോ ആക്റ്റീവായിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും മറ്റേതിൽ നിന്ന് വ്യത്യസ്തത കാണുന്നുണ്ട് ഓരോന്നും. നോക്കിയാൽ മതിയാവും. അവിടെ വെച്ചിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് 1, ഷീറ്റ് 2 എന്നെഴുതിയിരിക്കുന്നതിൻ്റെ ഭാഗത്ത് മൗസ് വെക്കുക. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി കമാൻഡുകൾ നമുക്ക് അവിടെ ലഭ്യമാകുന്നു. ഒന്ന് ഇൻസർട്ട് ന്യൂ ഷീറ്റ് എന്നുള്ളതാണ്, പുതിയ ഒരു ഷീറ്റ് ഇൻസർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് പുതിയ ഷീറ്റ് ഇൻസർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീകളും അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ട്. ഈ കമാൻഡിലൂടെ നമ്മൾ പുതിയ ഷീറ്റിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ ഷീറ്റ് ഇവിടെ സ്ക്രീനിലേക്ക് വരുന്നുണ്ട്. പ്രീവിയസ് വെർഷനിലാണെങ്കിൽ നമുക്ക് മറ്റൊരു സ്ക്രീൻ വരുന്നുണ്ട്. നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഷീറ്റ് എങ്ങനെയുള്ളതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെംപ്ലേറ്റുകളായിട്ടുള്ള കുറേ ഷീറ്റുകളുടെ ലിസ്റ്റുകൾ ലഭ്യമാണ്. അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതല്ല ബ്ലാങ്ക് ആണെങ്കിൽ ബ്ലാങ്ക് ഷീറ്റായിരിക്കും നമുക്ക് ക്രിയേറ്റ് ആവുന്നത്. അപ്പം പുതിയ ഷീറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസർട്ട് ഷീറ്റ് യൂസ് ചെയ്യുക. ഡിലീറ്റ് ഷീറ്റ് ആണെങ്കിൽ നമ്മൾ കറൻ്റ്ലി ആക്റ്റീവായിട്ടുള്ള ഷീറ്റ് വളരെ ശ്രദ്ധിക്കുക. ഡിലീറ്റ് ഷീറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏത് ഷീറ്റാണോ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഉറപ്പായിട്ട് കൺഫേം ചെയ്യുക. ആ ഷീറ്റിൽ നിന്നുകൊണ്ട് വേണം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് പറയാൻ. എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഷീറ്റ് 4 ആണെങ്കിൽ ഷീറ്റ് 4ൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മറിച്ച് നമ്മൾ മറ്റൊരു ഷീറ്റിൽ നിന്നിട്ട് ഷീറ്റ് 4 ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് ആവശ്യതയുള്ളത് അല്ലെങ്കിൽ ആവശ്യമുള്ള ഷീറ്റായിരിക്കും ഡിലീറ്റ് ആയി പോകുന്നത്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഡിലീറ്റ് പറഞ്ഞാൽ ആ ഷീറ്റ് ഡിലീറ്റ് ആയി പോകും, പെർമനൻ്റായിട്ട് ഡിലീറ്റ് ആയി പോവുകയാണ്. പിന്നെ നമ്മൾക്ക് അൺഡു പോലെയുള്ള കമാൻഡ് ബട്ടണിലൂടെ തിരിച്ച് നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. വളരെ ശ്രദ്ധിക്കുക. അടുത്തത് റീനെയിം ചെയ്യുക. നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് റീനെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏത് ഷീറ്റിനാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റീനെയിം ബട്ടൺ കമാൻഡ് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എന്ത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീനെയിം. മറ്റൊന്ന് മൂവ് ആൻഡ് കോപ്പി, അത് അറേഞ്ച്മെൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഈ ഷീറ്റുകളിപ്പം ഡെയിലി എക്സ്പെൻസ് ഉണ്ട്, മന്ത്ലി എക്സ്പെൻസ് ഉണ്ട്. എനിക്കിത് റീഅറേഞ്ച് ചെയ്യുന്നതാണ്. ഡെയിലി എക്സ്പെൻസിനെ മന്ത്ലി എക്സ്പെൻസിന് ശേഷമാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈസി മെത്തേഡ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ് ചെയ്താൽ മതിയാവും, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിനെ മൂവിങ് എന്നാണ് അറിയപ്പെടുന്നത്. അതേ സന്ദർഭത്തിൽ നമുക്ക് അതിൻ്റെ തന്നെ ഒരു പകർപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ മൂവ് ഓർ കോപ്പി പറയുക. അവിടെ നമ്മൾക്ക് കിട്ടേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്യുന്നത് ബിഫോർ ഷീറ്റ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക. മന്ത്ലി റിപ്പോർട്ടുണ്ട്, ഡെയിലി എക്സ്പെൻസ് ഉണ്ട്, ഷീറ്റുണ്ട്. നമുക്ക് എത്ര ഷീറ്റുണ്ടോ അതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും. ക്രിയേറ്റ് കോപ്പി എന്ന് പറയുന്ന ബട്ടൺ ഓണാക്കിയാൽ മാത്രമേ നമ്മൾക്ക് പുതിയ ഒരു കോപ്പി ക്രിയേറ്റ് ആവത്തുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കോപ്പി ക്രിയേറ്റ് ആയി. അതേ അവസരത്തിൽ നമ്മൾ ആ മൂവ് ഓർ കോപ്പി എന്ന് പറയുന്ന കമാൻഡിൽ തന്നെയാണ് മൂവിങ് നടക്കുന്നത്. അത് ഈ പറയുന്ന ഓപ്ഷൻ ഓണാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ മൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മൂവ് ടു എൻഡ് പറഞ്ഞാൽ എൻഡിലേക്കായിരിക്കും അത് ക്രിയേറ്റ് ആയി വരുന്നത്. അതല്ല നമുക്കൊരു പുതിയ വർക്ക് ബുക്കിലേക്കാണ് പോകേണ്ടത്, പുതിയൊരു ഫയലിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് ടു ബുക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ ബുക്ക് പണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഷീറ്റ് മറ്റൊരിടത്തേക്ക് കോപ്പിയായിട്ടോ അല്ലെങ്കിൽ മൂവായിട്ടോ പോകുന്നുണ്ട്. അപ്പോൾ മൂവും കോപ്പിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അത് പൊസിഷൻ മാറ്റുന്നതോടൊപ്പം പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനിൽ അത് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. ഇവിടെ അത് തന്നെയാണ്. നമ്മൾ ഒരു പുതിയ ബുക്കിലേക്കാണ് മൂവ് പറയുന്നതെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫയൽ ബുക്കിൽ നിന്ന് ആ പേജ് പൂർണ്ണമായിട്ടും അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിൽ ഈ പേജ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതിന് ഉപയോഗിക്കുന്നതാണ് മൂവർ കോപ്പി എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു കമാൻഡ് സെക്ഷനാണ്. മറ്റൊന്ന് വ്യൂ കോഡാണ്. നമുക്ക് വിഷ്വൽ ബേസിക്സ് പോലെയുള്ള പ്രോഗ്രാമിംഗ് കോഡുകളെ നമുക്കിവിടെ നമ്മുടെ ഷീറ്റുകൾക്കുള്ളിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ച് VB ഒക്കെ പഠിച്ച ഒരാൾക്കാണെങ്കിൽ MS Excelലെ പല ഓട്ടോമാറ്റിക്കലായിട്ട് നടക്കുന്ന ചില ടാസ്കുകൾക്ക് വേണ്ടിയ ഉള്ള കോഡുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും, കോഡുകൾ എഴുതി തയ്യാറാക്കാൻ പറ്റും. ആ സ്ക്രീനിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് വ്യൂ കോഡ്. മറ്റൊരു കമാൻഡ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ഷീറ്റാണ്. നമുക്ക് നമ്മുടെ ഷീറ്റിനെ പല രീതിയിൽ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലോ പിന്നീട് നമ്മൾ ആ പാസ്വേഡ് കൊടുത്തതിന് ശേഷമേ നമുക്ക് കറക്ഷൻ വരുത്താൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും നമ്മൾക്ക് നമ്മുടെ എക്സൽ ഷീറ്റിനകത്തെ ഓരോ ഐറ്റംസിനെയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. റോയെ പ്രൊട്ടക്റ്റ് ചെയ്യാം, കോളംസിനെ, സെല്ലിനെ, അതേപോലെ തന്നെ കമാൻഡുകൾ ഇൻസർട്ട് ചെയ്യുക, പലതരത്തിലുള്ള റോയെ കോളത്തിനെ ഇൻസർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ പല കമാൻഡുകൾ വരെ നമുക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് പ്രൊട്ടക്റ്റ് ഷീറ്റ് കൊണ്ടെന്ന് പറയുന്നത്. ഇത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഫയലുകളിൽ നിന്ന് ഡേറ്റകൾ മോഷ്ടിക്കപ്പെടാതിരിക്കാനും അതിൽ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ആൾട്രേഷൻ നടത്താതിരിക്കാനോ പലതരത്തിലുള്ള ഡിലീഷനുകൾ ഒഴിവാക്കാനും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. വളരെ യൂസ്ഫുള്ളായൊരു കമാൻഡാണ്. പക്ഷേ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന സീക്രട്ട് വേർഡ് എന്താണെന്ന് ഓർത്തിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് ഈ പറയുന്ന ഫയലിൽ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഈ പേജിൽ, ഫയലിലല്ല പേജ്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സംഗതികൾ വേണമെങ്കിലും നിങ്ങൾക്കത് ലോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. അടുത്തതെന്ന് പറയുന്നത് ടാബ് കളറാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് നമ്മുടെ ഓരോ പേജിനും കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കളറല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ നെയിം എഴുതിയിരിക്കുന്ന പാർട്ടിന് കളറുകൾ കൊടുക്കാം. പ്രീവിയസ് വെർഷനിൽ ഈ പറയുന്ന ഓപ്ഷനുകൾ നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ള ഏത് കളർ കൊടുത്തു നമുക്ക് നമ്മുടെ ഷീറ്റിനെ കൂടുതൽ മീനിങ് ഫുള്ളാക്കി മാറ്റാം, അല്ലെങ്കിൽ കൂടുതൽ ഏതാണ് ഇമ്പോർട്ടൻസ് എന്ന് കാണിക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏത് കളർ വേണമെന്നുള്ളത് ടാബ് കളർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കളറിനെ. അപ്പോൾ അതിനനുസരിച്ച് മാറും. നമ്മൾ മൗസ് ഓരോ ഷീറ്റിൽ നിന്ന് മറ്റൊരു ഷീറ്റിലേക്ക് മാറുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന കളർ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന് ഹൈഡ് എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. അത് നമ്മുടെ ഷീറ്റുകൾ, ഒരു പർട്ടിക്കുലർ ഷീറ്റിനെ നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അൺഹൈഡ് ചെയ്യാനാണ് മറ്റൊരു ഓപ്ഷൻ. ഹൈഡ് ചെയ്താൽ മാത്രം ആക്റ്റീവ് ആകുന്ന ഒരു കമാൻഡാണ് അൺഹൈഡ് എന്ന് പറയുന്നത്. ഇതാ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ കർസർ ഇരുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷീറ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. തിരിച്ച് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും അൺഹൈഡ് പറയുക. അപ്പോൾ നമുക്ക് നമ്മളോട് ചോദിക്കും, നിരവധി ഷീറ്റുകൾ ഒരേ സമയം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഏത് ഷീറ്റിനെയാണ് അൺഹൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നതായിരിക്കും. മറ്റൊന്ന് സെലക്ട് ആൾ ഷീറ്റാണ്. എല്ലാ ഷീറ്റുകളും ഒറ്റയടിക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു കമാൻഡാണ് സെലക്ട് ആൾ എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് സെലക്ട് ആൾ ഷീറ്റിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് മൂവ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും കളറുകൾ ഒറ്റയടിക്ക് കൊടുക്കാനും ഒക്കെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ എങ്കിൽ